ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മോരുകറിയാണ്. മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ. കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങുമാണ് വേണ്ടത്. കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും നമുക്ക് ചെറിയ പീസുകളാക്കി അത് വേവാൻ വയ്ക്കാം. വെന്ത് വന്നതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് നോക്കാം. ഇഞ്ചി, ജീരകം, കാന്താരി മുളക്, തേങ്ങ, തൈര് പുളിപ്പിനനുസരിച്ച് എടുക്കണം കേട്ടോ. അതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കാം. ഓക്കെ, നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുന്നു. അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി അതിൻ്റെ കടുക് വറുക്കാം അല്ലേ. ജീരകം, ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കറി മിക്സ് ചെയ്യുക. നമ്മുടെ മോര് കറി സിമ്പിളായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കത് സെർവ് ചെയ്യാം അല്ലേ. കുറച്ച് വറ്റലും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. വറ്റൽ അടിപൊളിയായി ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഊണ് വിളമ്പാം അല്ലേ. കുറച്ച് അരിമുളക് അച്ചാറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വറുത്തെടുത്ത വറ്റലും സൈഡിൽ പപ്പടവും മുളക് കൊണ്ടാട്ടവുമാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം നടുക്കിലായിട്ട് നമുക്ക് ഇന്നത്തെ താരം, അതായത് നമ്മുടെ മോരുകറി ഒഴിച്ചു കൊടുക്കാം അല്ലേ. മോരുകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ സമ്മർ സീസണിൽ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്പായിരിക്കും കേട്ടോ. ഭയങ്കര ഹെൽത്തി ഫുഡാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രമിച്ചു നോക്കണേ. ടേസ്റ്റി കറിയാണ്, സിമ്പിൾ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.